ദോസ്തിന് 2 കൈ ഒടിഞ്ഞതല്ലേ. എന്നിട്ട് ആശുപത്രി ആശുപത്രി കൊണ്ടുപോയില്ല. ആശുപത്രി ദോസ്തിന് ദോസ് എന്ന് പറഞ്ഞ പടത്തില് ദിലീപ് ഞാനുള്ള ഫൈറ്റില് ഞാൻ ആംബുലൻസിന്റെ മുകളിൽ താഴെ വീണ് 2 കൈ ഒടിഞ്ഞു. 2 കൈ ഒടിഞ്ഞു. 2 കൈ ഒടിഞ്ഞിട്ട് എന്നെ വീണ്ടും കിടത്തി ഷൂട്ട് ചെയ്യാം. അപ്പൊ എന്റെ കാലേ കൂടി വണ്ടി കയറുന്ന സീനൊക്കെ എടുക്കണം. ക്ലൈമാക്സ് ആണ്. അപ്പൊ ആശുപത്രി കൊണ്ടുവന്ന് നിർത്താൻ എന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അവരത് ഇതും കൂടി എടുത്തിട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എന്നെ കുഴി കുഴിച്ച് ആ കുഴിയിൽ കാലിറക്കി വെച്ചിട്ട് വേറെ ഡമ്മിക്കാല് വെച്ചിട്ടാണ് വണ്ടി കയറണം. ഇതെല്ലാം കഴിഞ്ഞപ്പോ സാലിച്ചേട്ടൻ എന്ന് പറഞ്ഞു ഇനി ആളെ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഫെയിന്റ് ആയി ഏകദേശം. എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ സെന്ററിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് അവര് പോയി. പൈസ ഒന്നും അടച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ ബോധം വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ അന്ന് കൈ ഓപ്പറേറ്റ് ചെയ്തൊക്കെ ശരിയാക്കി. അങ്ങനെ ആ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടിരിക്കുമ്പോഴാണ് ലാൽ ജോസിന്റെ ആദ്യത്തെ പടം. ആ പടത്തിന് ഞാനൊരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി അപ്പൊ തിലകൻ ചേട്ടൻ സുഖമില്ലാണ്ടായിട്ട് തിലകൻ ചേട്ടൻ ഡേറ്റ് കിട്ടിയിട്ട് ലാൽ ജോസ് തന്നെ വിളിക്കണേ. അവരാജ് നമ്മൾ ആ സംഭവം ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 കൈ ഒടിഞ്ഞിരിക്കുക. അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എങ്ങനെ വരാനാ ബാബുരാജ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം തിലകൻ ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട ഞാൻ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ചെല്ലുന്നു. ഇല്ല കേക്ക് തിരുവനന്തപുരത്ത് ചെല്ലുന്നു. തിരുവനന്തപുരത്ത് എല്ലാം എന്നെ ചേട്ടപ്പോഴേക്കും ലാലെന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാനുള്ളത് ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ചിട്ട് അതില് ഗണ്ണ് വെച്ചിട്ട് വെടിവെക്കണ ഷോട്ടാ തിലകൻ ചേട്ടനെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗണ്ണ് തന്നെ ഉണ്ട് ഒരു 5 കിലോ. ആ ഗണ്ണ് മറ്റേ വെടിവെക്കണതാണ്. ഞാൻ പറയാം ഒറ്റ ഷോട്ട് മതി ബാബു, അത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി വീണ്ടും പോയി പ്ലാസ്റ്റർ ഇടാന്ന് പറഞ്ഞു. ഞാൻ പ്ലാസ്റ്റർ വെട്ടുന്നു. ഈ സാധനം കറക്റ്റ് ബുള്ളറ്റിന് എണീറ്റ് നിന്ന് ഇങ്ങനെ വെടിവെക്കുന്നു. വെടിവെച്ച് കഴിഞ്ഞ് ഓക്കെ അപ്പൊ ക്യാമറ വന്നത് ശരിയായില്ല. ഒരെണ്ണം കൂടി നീ കേട്ടോ. 2ാമത്തെ ഷോട്ട് പറയുമ്പോൾ ഈ ബുള്ളറ്റ് ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് നിന്ന്. എന്റെ അമ്മോ ബുള്ളറ്റ് ഇങ്ങനെ ഇടിച്ചിടിച്ചേക്കാണ്. ഞാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് വല്ല ആദ്യത്തെ ഷോട്ട് തന്നെ നോക്കാം പറയാം. എന്നെ വിട്ട് ഞാൻ 2ാമത്തെ പ്ലാസ്റ്റർ ചെയ്ത് എന്റെ കൈ ഇത്ര നീരുള്ളുണ്ട്, ഇങ്ങനെ ഒരു വളവുണ്ട് ഇങ്ങനെ. അതാണ് സിനിമ. എന്നിട്ട് ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് പിടിച്ചു നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാഷൻ. എന്നിട്ട് ആ 2 കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ ചെയ്ത പടമാണ് ഉത്തമൻ എന്ന് പറഞ്ഞ പടം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എങ്ങും ആയില്ല എന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെ ഈ ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തണം വരെ നമ്മൾ ഏതായാലും കല്യാണ വീട്ടിലോ മറ്റേ വീട്ടിൽ പോയി എവിടെ നോക്കിയാലും ഇടികൊള്ള കാണാമല്ലോ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ക്ഷീണമുള്ള ഇടികൊണ്ട് വെറുതെ ഉള്ള അങ്ങനത്തെ ഉള്ള കമന്റ്സും. പിന്നെ നമ്മൾ അതുകൊണ്ട് അതൊക്കെ പബ്ലിക്ക് ഒഴിവാക്കും. മനസ്സിലായില്ലേ? ഈ റെസ്റ്റോറന്റിൽ പോകുമ്പോ ഒരു ദിവസം ഞാൻ ഈ ബാറി പോക്ക് നിർത്താനുള്ള കഥയുണ്ട്. ഞാനും പിന്നെ ആരൊക്കെ ഉണ്ട്, സുരേഷ് കൃഷ്ണ ആരൊക്കെ ഉണ്ട്. അവിടെ സുരേഷ് കൃഷ്ണ അവിടെ താമസിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ വെറുതെ അവിടെ പോയി വിളിക്കും. കഷ്ടകാലത്തിന് നമ്മൾ ഇടികൊള്ളൊരു ഇത് അവിടെ ടി വിയിൽ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ നല്ല ഇടിയാണല്ലോ, അതിന്റെ തടിയൊന്നും കുറവൊന്നുമില്ലല്ലോ. നമ്മൾ ഇവനെ എന്താ പറയാ, നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ള ദേഷ്യത്തിൽ നമ്മൾ ഇവനെന്തെങ്കിലും ചെയ്യും. അപ്പൊ നമ്മൾ അന്നോട് നിർത്തി നമ്മൾ ആ പോക്കങ്ങ് നിർത്തിയ പ്രശ്നം കഴിഞ്ഞില്ലേ. നമ്മൾ ഒരു ഇതിലേക്ക് എത്തുന്ന വരെ ആൾക്കാർ നമ്മളെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സിനിമ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു പടി മുകളിലേക്ക് കയറുമ്പോൾ 4 പടി നമ്മളെ ചവിട്ടി താത്താനുള്ള പരിപാടിയായിരിക്കും സിനിമയിൽ. അത് പിന്നെ മാറിപ്പോകുന്നത് ഇനി ഇവനെ ചവിട്ടിയിട്ടും കാര്യമില്ലാന്ന് വരും. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കേനെയൊക്കെ ആ കണ്ടീഷനില്ല. ഇനി ഇപ്പൊ ചവിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അവര് പോയി, അതുകൊണ്ട് വിട്ടേക്കാം. അത് കണ്ടുള്ളവരൊക്കെ നോക്കും ചവിട്ടി. പൃഥ്വിരാജ് പോയി, ഇനി ചവിട്ടിയിട്ട് കാര്യമില്ല, കയറിപ്പോയി അതിന് അടുത്ത ആള് വരട്ടെ. നമ്മള് മലയാളികൾ അതില് ജീവിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ചവിട്ട് എന്താന്ന് അറിയേയില്ല.